ലത്തീൻ സഭ അറിയാമല്ലോ കുറച്ചായിട്ട് അവരുടെ ഒരു പ്രതിനിധി സ്ഥാനാർത്ഥിയാവണം എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവരെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ സാമുദായിക നേതാക്കൾക്ക് അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് ഇതിലൊരു വലിയ പങ്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൊച്ചിയിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ലല്ലോ, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് എക്കാലത്തും അങ്ങനെ ഒരു വൺ സൈഡഡ് അല്ലല്ലോ. നമ്മളെല്ലാ കമ്മ്യൂണിറ്റിയും പരിഗണിക്കുന്ന, എല്ലാവർക്കും അർഹമായ അംഗീകാരങ്ങൾ നൽകുന്ന, അത് പാർട്ടി രംഗത്തും പാർലമെൻ്ററി പാർട്ടി രംഗത്തൊക്കെ നൽകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് ഒരു വ്യാജ പ്രചരണമാണ് ഇവിടെ. അവർക്ക് കുറച്ചും കൂടെ പ്രാതിനിധ്യം വേണം എന്നുള്ള രീതിക്കൊക്കെ സഭാ നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. സഭയല്ല വന്നത്, സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ മറ്റ് ആളുകളാണ്. ഇപ്പം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഈ പല താല്പര്യങ്ങളാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ സഭ എന്ന് പറയുമ്പോൾ സഭയുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ ആ പിതാക്കന്മാർ ചുമതലപ്പെടുത്തിയ ആളുകൾ, അവരാരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. സാറിന്റെ ഒരു ശരീരഭാഷ ഇപ്പൊ ഏറെക്കുറെ വി.ഡി. സതീശന്റെ ശരീരഭാഷയായിട്ടൊക്കെ ഒരു മാച്ചാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലിയില്ലേ, ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. എല്ലാ നേതാക്കന്മാർക്കും അവരുടേതായ ശൈലികളുണ്ട്. സാറിന്റെ ശരിക്കും പറഞ്ഞ കോൺഗ്രസിൽ ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ അങ്ങനെ ആരാധിക്കുന്ന ഒരാളാരാ? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഏറ്റവും അടുത്ത് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും, നമ്മളൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം രീതിയിലായിരിക്കണം എന്ന് നമുക്ക് വേണ്ട ക്ലാസ്സുകൾ നൽകുകയും ആ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ നേതാവ് വി.ഡി. സതീശനാണ് നമ്മൾ പഠിക്കുന്ന കാലഘട്ടം മുതൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മളെ മോശമായി ഒരു വഴിയിലൂടെ നടത്താനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഒന്നും ഇതുവരെ പ്രേരിപ്പിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അവരുടെ വഴി നല്ലതാണ് എന്നുള്ളൊരു ബോധ്യം, അവരുടെ ഉപദേശം നല്ലതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ട്. അത് എക്കാലത്തും ഉണ്ടാകും. മുഖ്യമന്ത്രി ആവണമെന്നാണോ ആഗ്രഹം? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അല്ല, സ്വാഭാവികമായി നമുക്ക് ഓരോരുത്തർക്ക് ആഗ്രഹിക്കാമല്ലോ, ഓരോരുത്തർക്ക് ആഗ്രഹിക്കാം. പിന്നെ പാർട്ടിയല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊരു ആഗ്രഹമല്ലേ പലപ്പോഴും ഈ ഒരു തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാനൊരു കാരണം? എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. ആഗ്രഹം എന്ന് പറയുന്നത് അത് പബ്ലിക്കായിട്ട് പറയലല്ലോ. പാർട്ടി ജയിച്ചു വരുന്ന MLA പാർലമെന്റ്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് സാറിന് ആര് മുഖ്യമന്ത്രിയായി കാണാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചെന്ന് പറയും. അല്ല, നമുക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളല്ലല്ലോ ഇതിനകത്ത്. നമ്മൾ ഒരു പാർട്ടി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പാർട്ടി ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കേരളത്തിലെ KPCC അവരെടുക്കുന്ന പാർലമെൻ്ററി പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായും അത്തരത്തിലാണ് എക്കാലത്തും പാർട്ടിയിൽ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലേക്ക്. ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എപ്പോഴും നിരവധി ചോയ്സുകളുണ്ട്, നിരവധി ആളുകളുണ്ട്. എത്ര പേരുണ്ട് അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ? എത്ര ആളുകൾ ഇപ്പൊ ഈ മത്സരിക്കുന്ന ആളുകളിൽ തമാശയായിട്ട് പറയാറുണ്ട്, അതായത് അണികളെക്കാൾ കൂടുതൽ നേതാക്കളുള്ള ഒരു പാർട്ടിയാണ്. അണികളെക്കാൾ കൂടുതലല്ല, കോമ്പറ്റന്റ് ആയിട്ടുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് അങ്ങനെ ഒരു ബാഹുല്യമൊന്നും ഒരു കാലഘട്ടത്തിലും ബാഹുല്യം ഉണ്ടാവും, ഒരു നേതാക്കന്മാരുടെ കുറവ് ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ടാവും, ഒരാൾ മാറിയാൽ വേറൊരാളെ. പക്ഷേ നിങ്ങൾ CPM അല്ലെങ്കിൽ BJP നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര കാലം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന്, അവരുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ കടന്നു വന്ന് എത്ര ആളുകളെ വെട്ടിമാറ്റിയിട്ടാണ് ഇന്നലെ വന്ന രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടിയുടെ പ്രസിഡന്റാക്കിയത്. ഒരു കച്ചവടക്കാരനെ അല്ലേ, ഒരു കച്ചവടക്കാരനെ പാർട്ടിയുടെ പ്രസിഡന്റാക്കിയില്ലേ? അത്തരത്തിൽ ആ രീതിയിലൊക്കെയാണ് ഇത്. അതൊന്നും കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് എപ്പോഴും എക്കാലത്തും ആ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനും സാമൂഹിക സാഹചര്യത്തിനും അനുസൃതമായിട്ടുള്ള നേതാക്കന്മാർ പല കാലഘട്ടത്തിലും പ്രധാന പദവികളിലേക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ വരും എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് എല്ലാം നല്ല രീതിയിൽ പര്യവസാനിച്ച് ഒരു ഭരണത്തിലേക്ക് UDF എത്തും എന്നത് സാറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.